ഒക്കെ പോണോപ്പാ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദുആ അവിടേക്ക് മാറ്റിവെച്ചു, എനിക്കും നിങ്ങൾക്കും വേണ്ടി. അതിവിടെ വെച്ച് ഉപയോഗപ്പെടുത്തിയില്ല. എല്ലാ പ്രവാചകന്മാരും ഭൂമിയിൽ വെച്ചത് ഉപയോഗപ്പെടുത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ആഖിറത്തിലേക്ക് മാറ്റിവെച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രാർത്ഥന ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. വകാന നബിയ്യുൻ യുബഅസു ഇലാ ഖൗമിഹി ഖാസാ വബുഇസ്തു ഇലന്നാസി അമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, എല്ലാവരും ആ ദുആ അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ആദം നബി അതാ സ്വർഗത്തിൽ നിന്ന് പഴം കടിച്ചതിന്റെ പേരിൽ അള്ളാഹുവേ എനിക്ക് നീ പൊറുക്കണേ അല്ലാ. അവിടെ നിന്ന് ആ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അത് ഭൂമിയിൽ വെച്ച് ആദം നബി അവിടെ നിന്ന് ഉപയോഗപ്പെടുത്തുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ചോദിച്ചു പോയി. അതിന്റെ പേരിൽ അതിവിടെ വെച്ച് ഉപയോഗപ്പെടുത്തി. മൂസാ നബിയും ഉപയോഗപ്പെടുത്തി, ഇബ്രാഹിം നബിയും ഉപയോഗപ്പെടുത്തി. ഓരോ പ്രവാചകന്മാരും അവരവരുടെ ദുആകൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വെച്ച് തന്നെ പ്രയോജനപ്പെടുത്തിയപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, വേണ്ട അല്ലാ, എനിക്ക് ഈ ദുനിയാവിൽ വെച്ച് എന്റെ കാര്യത്തിന് വേണ്ടിയല്ല, ഇഖ്തറതു ദഅവതി സഫാഅത്തൻ ലിഉമ്മതി, എന്റെ ജനതയ്ക്ക് വേണ്ടി, എന്റെ സമുദായത്തിന് വേണ്ടി, എന്റെ ഉമ്മത്തിന് വേണ്ടി, എന്നെ കണ്ടിട്ടില്ലാതെ എന്നെ കാണാതെ സ്നേഹിക്കുന്ന എന്റെ സമുദായമുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു അല്ലാ. അത്ര സ്നേഹമാ മുത്തുനബിക്ക് നമ്മളോട്, അത്ര സ്നേഹമായിരുന്നു സഹോദരാ. നമ്മുടെ സ്നേഹമെന്തെന്നറിയുമോ? മുത്തുനബിയുടെ പേര് കേട്ടാ സ്വലാത്ത് പറയാ മടിയാ, മൗലിദ് ഓതുന്നത് കേട്ടാ ഓതാ സമയമില്ല, ഇരിക്കാ സമയമില്ല, ഇല്ലെന്ന് പറയാൻ കള്ളമാണെന്നും അത് മോശമാണെന്ന് പറയുന്നവരുടെ കൂടെ കൂടാറ്, അത് ഓതുന്നവനെ പോലും കളിയാക്കാറ്, അത് ഓതുന്നവനെ പോലും കാഫിറാക്കാറ് ഇന്നത്തെ തലമുറ തയ്യാറാ.